ever get nervous, do you? With all the right cards in your hands, I'm breathing just to feel my body. Hello, hi guys. അപ്പം വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോ. ഞങ്ങളിതേ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്. നമ്മൾ എങ്ങോട്ടാ പോണേ? ആരെങ്ങോട്ടാ? വാട്ടർഫോൾ. അതാരാ പറഞ്ഞേ? അത് അമ്മ പറഞ്ഞു കൊടുത്താണ് രാവിലെ. അപ്പൊ നമ്മള് റോഡ് ട്രിപ്പ് ഇറങ്ങാണ്. കൊറേ ആയിട്ട് ഇങ്ങനെ ആര്യൻകുട്ടനോട് പറയുന്നു നമുക്ക് വീക്കെൻഡിൽ എങ്ങോട്ടും പോകാന്നൊക്കെ. അപ്പൊ ഇന്ന് വിചാരിച്ചു നമുക്കൊരു ഡ്രൈവ് പോവാം. നമുക്ക് എങ്ങോട്ടാ അടുത്ത് ഒന്ന് രാവിലെ പോയിട്ട് രാത്രി വൈകുന്നേരത്തെ വരണം, അതാണ് ലക്ഷ്യം. അപ്പൊ അടുത്ത് എവിടെ ചിന്തിച്ചപ്പോ ഏറ്റവും നല്ലത് ഇപ്പൊ ആതിരപ്പള്ളി പോകാൻ വിചാരിച്ചു. വാട്ടർഫോൾസ് കാണുന്നു കുറെ പറയുന്നു. ഇതിന് വേറൊരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട് ട്രിപ്പിന്. യെസ്, അപ്പൊ അത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ആ ഒരു ബിഗ് സർപ്രൈസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിന്റെ മെയിൻ പാർട്ട്. യെസ്, ദ ഹൈലൈറ്റ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനിതേ ബാഗൊക്കെ പാക്ക് ചെയ്തു, ആര്യൻകുട്ടന്റെ ബാഗ് പാക്ക് ചെയ്തു. ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. ആര്യൻകുട്ടന്റെ ഫുൾ ലഞ്ച്, സ്നാക്സ്, വെള്ളം, എവറിത്തിങ് അമ്മ റെഡി ആക്കിയിട്ടുണ്ട്. പക്ക റോഡ് ട്രിപ്പ്. പണ്ടത്തെ ഫാമിലി പോവില്ലേ? അപ്പൊ ബസ് അല്ല, വണ്ടിന്ന് കൊടുക്കുന്ന ഭക്ഷണം വണ്ടിന്നല്ല, പുറത്ത് നമുക്ക് ഇരുന്നിട്ട് നമുക്കൊന്ന് പിക്നിക് ആക്കാം. ആ, കുഞ്ഞു പിടിക്കുണ്ട് മോനെ. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ? ആര്യൻകുട്ടൻ ഇറങ്ങി ഓൾറെഡി. അതെ, ധൃതിക്കാരൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യാം അല്ലേ? Okay guys, appo idana nammale innathe surprise. Meet our ride for the day. The stunning Mahindra XUV 3XO nammale innathe road trip le nammale companion aanadu. ഇഷ്ടപ്പെട്ടോ ഗോപു? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആര്യൻകുട്ടൻ ഇതിന്റെ കളറാണ്, ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കളറാണ് ആര്യൻകുട്ടൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത്. യെല്ലോ കാറാണെന്ന് പറഞ്ഞപ്പോ വാ എന്ന് പറയായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ് അല്ലേ? കളർ നല്ല കളറ്, നല്ല കളറ്. അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിന് കുറെ കൂൾ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡ്രൈവിൽ അലോങ് ദ വേ നമ്മൾ ഡിസ്കസ് ചെയ്യും, എല്ലാം പറഞ്ഞു തരും. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് ലെറ്റ്സ് ഹിറ്റ് ദ റോഡ്. യെസ്, ആൻഡ് ഐ ആം ഓൾസോ എക്സൈറ്റഡ്. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല മഹീന്ദ്ര XUV. അപ്പം ഓടിക്കാനുള്ളൊരു ത്രില്ലും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ടോൺ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ മഹീന്ദ്ര XUV 3XOക്ക് 364 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. സോ നമ്മുടെ പാക്കിംഗ് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് ആണ്. അപ്പൊ നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തൽക്കാലം നമ്മളിപ്പോ മോന്റെ ബേബി സീറ്റ് വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ. Let's go. നൈസ്. ഈ കാറ് ശരിക്കും നല്ല സ്പേഷ്യസ് ആണ്. എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. സ്ട്രെച്ച് ഔട്ട് ചെയ്യാനൊക്കെ നല്ലോണം സ്ഥലമുണ്ട്. രാവിലെ ധൃതി പിടിച്ച് ഇറങ്ങുന്ന തിരക്കില് ഞാൻ ആകെ ഒരു 3 ബുൾസൈ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പൊ ഇനി കുറച്ചു നേരം ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോ അങ്ങോട്ട് കുറച്ച് നല്ല അടിപൊളി റോഡാ വരുന്നത്. അപ്പം യെസ്, എനിക്ക് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ക്ലിയർ ആൻഡ് എക്സ്പാൻസീവ് ആയിട്ടുള്ള ഒരു വ്യൂ. അപ്പൊ നമ്മുടെ XUV 3XO അത് അടിപൊളിയായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. എനിക്ക് വ്യൂ ഭയങ്കര അത്യാവശ്യമാണ്. ഇതിപ്പോ നോക്കിയാൽ ഭയങ്കര സേഫ് ഫീൽ ആണ്. എനിക്ക് എന്റെ ഫ്രണ്ടിലുള്ള ബോണറ്റ് അടക്കം കാണാം. ഈ രണ്ട് സൈഡും നല്ല വ്യൂ ആണ്. കംപ്ലീറ്റ് ഒരു ഹൈറ്റിലിരുന്ന് ഓടിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ പെൺപിള്ളേർക്ക് നല്ല സേഫ് ആൻഡ് ഗുഡ് ആയിട്ട്
ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. ഇതിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഡ്രൈവിംഗ് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തരുന്നുണ്ട്. അതേപോലെ നല്ല അടിപൊളി സസ്പെൻഷൻ ആണ്. നമുക്ക് നല്ല സ്മൂത്ത് റൈഡ് ഇത് എൻഷുർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും നമ്മളിപ്പോൾ പോകുന്ന റോഡ് കുറച്ച് ഓഫ് റോഡാണ്. അപ്പം ഇത്തിരി കുണ്ടും കുഴിയും ഉള്ള റോഡ് കൂടി പോകുമ്പോഴും നമുക്ക് അകത്ത് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. ശരിക്കും ഈ കാർ ഉണ്ടല്ലോ കംഫർട്ട് ആൻഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ഒരു കാറാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ചിട്ടൊന്നും പറയാമേ. ഇതിന്റെ ഈ സോഫ്റ്റ് ടച്ച് ലെതറി ഡാഷ്ബോർഡ് ഉണ്ടല്ലോ നല്ല പ്രീമിയം ഫീൽ തരുന്നുണ്ട് കേട്ടോ. ലെഗ് റൂം അമേസിംഗ് ആണ്, എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും ലോങ് ഡ്രൈവിനായാൽ പോലും. പിന്നെ സ്കൈ റൂഫിന്റെ കാര്യം പറയേണ്ട, പെർഫെക്റ്റ് വൈബാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ആതിരപ്പള്ളി റോഡ് കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഈ സീനിക് റോഡ് കൂടെ നമ്മുടെ XUV 3X ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ഒരു സന്തോഷമുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് അബൌട്ട് XUV 3X എന്താണെന്നറിയോ, അതിന്റെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഇത് നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്യും. ഒരു 0 to 60 4.5 സെക്കൻഡ്സിലേക്ക്. അതായത് നമുക്ക് ഓവർടേക്കിംഗ് ഒക്കെ കുറച്ചും കൂടി ഈസിയാണ്. അതായത് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള നമ്മളുടെ ഇങ്ങനത്തെ ഓഫ് റോഡ്സിലൊക്കെ. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. പെർമിഷൻ ഉള്ള സ്ഥലത്തൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എനിക്ക് വളവിലൊക്കെ വണ്ടി ഓടിക്കാൻ പേടിയാണ് കേട്ടോ, എങ്ങാനും കൺട്രോൾ പോയാലോന്ന്. പക്ഷേ ഈ കാറിൽ ആ പേടിയില്ല. XUV 3X ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. അത് നമ്മുടെ കാർ സ്റ്റെബിലൈസ് ചെയ്യും നമ്മൾ ആ ഒരു ഇന്റന്റഡ് പാത്ത് നിന്ന് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ. ഇതിലെ വേറൊരു ലൈഫ് സേവിംഗ് ഫീച്ചർ എന്താണെന്നറിയോ, ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ്. സ്റ്റീപ്പ് ക്ലൈംസിലൊക്കെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്താലും റോൾ ബാക്ക് ചെയ്യില്ല. വേറെ കാര്യം, XUV 3X ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാതരം വെതർ കണ്ടീഷൻസും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. ശരിക്കും നമുക്ക് ഭയങ്കര നീഡഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആയിരുന്നു ഈ ഒരു ഡ്രൈവ്. കാരണം കുറേ നാളായിട്ട് ബാക്ക് ടു ബാക്ക് ഷൂട്ട്സും വർക്ക്സും നമ്മളിങ്ങനെ ഒരു റുട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പറഞ്ഞ പോലെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറേ നാളായി. ഓ, ബിഗ് വാട്ടർഫോൾ ഇപ്പൊ വരുമ്പത്തേ നമ്മൾ അങ്ങോട്ടാ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. വാവ്, You don't let your feelings haunt you. You don't ever get nervous, do you? With all the right cards in your hands. അവിടെ ഒരു നല്ല ചായക്കടയുണ്ട്, നമ്മൾ കാത്തു നിന്ന പോലെ. നമുക്ക് പാർക്ക് ചെയ്താലോ? You're screaming just to say you're sorry when it don't turn out the way you planned. It was more than a feeling, from the floor to the ceiling. Wish I knew how to tell you I need someone to believe in. 'Cause it hurts whenever I stay. Is there another way? But it hurts even more when I go. You gotta let me know. 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. സോ പാർക്കിംഗ് ഇസ് വെരി ഈസി. കുക്ക് വളരെ പുല്ലുപോലെ കൊണ്ടുപോയിട്ടിട്ട് പോയി. പിന്നെ അത് മാത്രല്ല, അതില് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഉണ്ട്. അതായത് നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മള് ബാക്കിലെ എല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ സ്ക്രീനിൽ കാണാം. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ മിററിലേക്ക് നോക്കണ്ട, നേരെ ഫ്രണ്ടിൽ തന്നെ അവിടെ സ്ക്രീനിൽ പ്രോപ്പർ ആയിട്ട് കാണാം. അപ്പം നമുക്ക് ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്കൊക്കെ മാറുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് വണ്ടികൾ വരുന്നത് കാണാം. ഇത് സേഫ്റ്റി ഫീൽ ആണ്, അതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഇതിലൊരു സിംഗിൾ സ്വിച്ചിന്റെ മുകളിൽ നമുക്ക് 3 ഡ്രൈവിംഗ് മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സിപ്പ്, ഒന്ന് സാപ്പ്, പിന്നെ ഒന്ന് സൂം. ഒറ്റ സ്വിച്ച് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിൽ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. 2 സൈഡിലും നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ ആക്കി വെക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത 65 വാട്ട് USB-C ചാർജിങ് പോർട്ട് ഉണ്ട്. കാരണം ഇപ്പോൾ മൊബൈൽ പുതിയ എല്ലാവർക്കും USB ആണ്, എനിക്ക് അതില്ല, കേബിളില്ല. ഇത് കണ്ടപ്പോൾ വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു അത്. പിന്നെ ഒരു പ്രത്യേകത, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഉണ്ട്. ആൻഡ് ലെവൽ 2 ADAS ഫീച്ചേഴ്സ് ഉണ്ട്. ഈ കാറ് ശരിക്കും ടെക് ലവേഴ്സിന്റെ ഒരു ഡ്രീമാണ്. കാരണം ഇതില് ഒരുപാട് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ 2 HD സ്ക്രീൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ആൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം. അഡ്രിനോക്സ് വിത്ത് അലക്സ ബിൽറ്റ് ഇൻ ഉണ്ട്. പിന്നെ പ്രീമിയം ഓഡിയോ സിസ്റ്റം ആണ് ഇതിലുള്ളത് ബൈ ഹർമൻ കാർഡൻ. ഹാൻഡ് ബ്രേക്ക് ലിവർ പുള്ളി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ബട്ടന്റെ കാര്യമുള്ളൂ. ഇതിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് വിത്ത് ഓട്ടോ ഹോൾ. ജസ്റ്റ് പ്രസ്, കാറ് ബാക്ക് റോൾ ആവില്ല. സൂപ്പർ കൺവീനിയന്റ് ആണ്. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് കൂടെ ഉണ്ട്. It's not love, it's a trap we've fallen, just like the war we fought in. Not love, it's
ആര്യൻകുട്ടാ വാട്ടർഫോൾസ്. ഇവിടെ എങ്ങനെ വ്യൂ ഓ ഉണ്ടായിരുന്നു? മൈ ഗോഡ്. അതെന്താ അറിയോ? അണ്ണാൻ. അരികുട്ട, ഈ സ്ഥലം അരികുട്ടിന് ഓർമ്മയുണ്ടോ? ഇങ്ങനെ അരികുട്ടിന് ഓർമ്മയില്ല. നമ്മൾ അരികുട്ടന്റെ മീൻസ് നമ്മുടെ പ്രഗ്നൻസി അനൗൺസ് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. നിരാമയ സംരോഹ. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ കയറി. നമ്മൾ ഇവിടുന്നാണ് ലഞ്ച് കഴിക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കും. വാട്ടർഫോൾസ് ഒക്കെ കണ്ടു. ആര്യൻകുട്ടൻ ഹാപ്പി ആയി. ആര്യൻകുട്ടൻ ഹാപ്പി ആയോ? പിന്നെ നമ്മൾ മലയണ്ണാനെ കണ്ടു. മാക്ക് ആൻഡ് ചീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും. That is a small giraffe, yeah. But it looks like a long neck. Look like long neck. Giraffe in a long neck alle. So they take it like this. Yeah. It's not. Don't take it. എടുക്കല്ലേ പൊട്ടി പോകുമത്തെ. It's not heavy. Yes. Arinkuttinte white sauce pasta etti. Yummy, yummy pasta with this beautiful view. Let me slap. ഒരു ഹൈലൈറ്റ്, റിസോർട്ടിന്റെ ഹൈലൈറ്റ് മഴയാണ്. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ നല്ല മഴ, ചൂടൊക്കെ മാറി ഇവിടുന്ന് നമുക്ക് ആ വാട്ടർഫോൾസ് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റി. എന്തായാലും നല്ല ഡേ, ഇറ്റ്സ് എ ഗുഡ് ഡേ. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മഹേന്ദ്ര XUV 3XO ഓഫർ ചെയ്യുന്ന കൂൾ ആയിട്ടുള്ള ലെവൽ 2 ആഡേഴ്സ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ഹൈവേസിലും ഇതുപോലുള്ള വളവും തിരിവുള്ള റോഡുകളിലും നമ്മുടെ വണ്ടി ലെയിൻ മാറി ഓടുമ്പോൾ ഒരു വാർണിംഗ് കിട്ടിയാലോ, അതുവരെങ്കിൽ സ്വയം ലെയിൻ കീപ്പ് ചെയ്താലോ? അതാണ് XUV 3XOയുടെ ലെവൽ 2 ആഡേഴ്സ് ഫീച്ചേഴ്സ് ആയ ലെയിൻ ട്രാക്ക് വാർണിംഗും ലെയിൻ കീപ്പ് അസിസ്റ്റും. പിന്നെ അടുത്ത ലെവൽ 2 ആഡേഴ്സ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് കൊളീഷൻ വാർണിംഗും ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗും ആണ്. പെട്ടെന്ന് ഒരു ഒബ്ജക്ട് നമ്മുടെ ഫ്രണ്ടിൽ വന്നാൽ ആ ഒരു പൊട്ടൻഷ്യൽ കൊളീഷൻ, ഇതിന്റെ ആ ഒരു ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ് നമ്മളെ അലേർട്ട് ചെയ്യും. ശരിക്കും ബ്രേക്ക് ഇടേണ്ട ഒരു അവസരത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലുള്ള ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ബ്രേക്ക് അപ്ലൈ ചെയ്തോളൂ. ലെവൽ 2 ആഡാസ് ഫീച്ചേഴ്സിൽ നേരത്തെ ഉള്ള ഒരു കാര്യമാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. അതുകൊണ്ട് തന്നെ അതിനോട് നമ്മൾ എല്ലാവരും ഫെമിലിയർ ആണ്. ഇത് നമ്മളെ ഒരു സെറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ട്രാഫിക്കിന്റെ ഫ്ലോയോട് അഡ്ജസ്റ്റഡ് ആയിട്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈ ബീം അസിസ്റ്റന്റ് കാറ് ആവശ്യമുള്ള അവസരങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഡിം ചെയ്യും. ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഈ വണ്ടിക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 7.99 lakh rupees ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് പ്രൈസിംഗ്. ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിൻ വിൻ പ്രൈസിംഗ് തന്നെയാണത്. ഇപ്പോൾ വണ്ടി വാങ്ങാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മെയിൻ ഏരിയ ആണ് സേഫ്റ്റി. XUV 3XOയ്ക്ക് 5 സ്റ്റാർ B NCAP സേഫ്റ്റി റേറ്റിംഗ് ആണുള്ളത് എന്നതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. നമ്മളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് 35 സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് XUV 3XOയിൽ ഉള്ളത്. 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ, 4 ഡിസ്ക് ബ്രേക്സ്, ഇവയെല്ലാം കൊണ്ട് തന്നെ മഹേന്ദ്ര XUV 3XO ഒരു സേഫ് ചോയ്സ് തന്നെയാണെന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് എത്തി. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ആരെങ്കിലും വാട്ടർഫോൾസ് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? നമ്മൾ XUV 3XOന്റെ ഫീച്ചേഴ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. പിന്നെ വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, 20 km/ലിറ്റർ ആണ് മൈലേജ്. അപ്പം നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. നമ്മളെ മനസ്സമാധാനമായിട്ട് അങ്ങനെ കീശ കലയാവാതെ പോരാ. അപ്പൊ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ബാക്കി നമ്മൾ വ്ലോഗ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഞങ്ങൾ ഇതേ കുഞ്ഞുമായിട്ട് ഇവിടെ എൻജോയ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ.